ഏഷ്യാനെറ്റിലെ ഒരു വെളിപ്പെടുത്തൽ നിങ്ങളോട് തന്നെ നേരിട്ട് പറയാം. വെളിപ്പെടുത്തലാണല്ലോ ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ആദ്യം ആ വെളിപ്പെടുത്തൽ വരുന്നതാട്ടെ 3 ദിവസം അയ്യപ്പ സംഘവും നടക്കാൻ സമയം ബാക്കി നിൽക്കുകയാണ് വെളിപ്പെടുത്തൽ വരുന്നത്. അതെങ്ങനെയാ വെളിപ്പെടുത്തൽ വന്നെന്നുള്ളത് കൃത്യമായി നമ്മൾ പരിശോധിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനുശേഷം പിന്നീടത് അന്വേഷിച്ച് വരുമ്പോൾ ആ വെളിപ്പെടുത്തിയ ആളിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ സാധനം കണ്ടെടുക്കുന്നു. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ ബോധ്യപ്പെടുകയാണ്. അപ്പൊ ഈ അന്വേഷണത്തിന് സർക്കാരല്ല ഉത്തരവിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചുമതലയിലും നിർദ്ദേശത്തിലുമാണ് 2023 മുതൽ ശബരിമലയിലെ സ്വർണം മറ്റു ഉരുപ്പടികൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതിയോടുകൂടി പോകേണ്ടത്. സ്വർണ്ണം അടിച്ചു മാറ്റുന്നത് കൊള്ളയാണ്, മോഷണമാണ്. അതിനൊരിക്കലും നമുക്ക് ന്യായീകരണമില്ല. അതിൽ വീഴ്ചയെന്ന് മാത്രമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ക്രൈം നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇല്ല, ഈ ക്രൈം നടന്നിരിക്കുന്ന നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ വന്നപ്പോ ഇല്ല ഇല്ല ഒന്നും പറഞ്ഞില്ലോ. ഏതെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ചോദ്യം ചോദിച്ചേ? ഞാൻ ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഇപ്പൊ വന്നിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദേവസ്വം ബോർഡിനെ കുറിച്ചും പരാമർശമോ മറ്റു പൊളിറ്റിക്കൽ ലീഡർഷിപ്പും വന്നിട്ടില്ല. ഇനി അന്വേഷണത്തിൽ SIT അന്വേഷിക്കുമ്പോൾ ആരെക്കുറിച്ചെങ്കിലും വന്നാൽ അവർ നിയമത്തിന്റെ ദൃഷ്ടിയിൽ പോകേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വരണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആരെങ്കിലും ഉണ്ടെങ്കിലും വന്നോട്ടെ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധിയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച എല്ലാ നിലപാടുകളും പൊതുവെ സ്വാഗതാർഹമാണെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഇന്നത്തേതുൾപ്പെടെ ഏതാണ്ട് സർക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒരേ നിലപാടിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ സൂചിപ്പിച്ചു, കോടതിയിൽ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടും ആ റിപ്പോർട്ടിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഡീറ്റെയിലായി വിജിലൻസോട് അന്വേഷിച്ച് സമർപ്പിക്കാൻ പറഞ്ഞ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കോപ്പി ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കൊടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലെ തന്നെ DGPക്ക് ഇത് സംബന്ധിച്ച് ബോർഡിന്റെ പരാതി എഴുതി കൊടുക്കും. അതേ തുടർന്ന് ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യും. SIT അന്വേഷണം ആരംഭിക്കും. അപ്പോ ഈ കാര്യത്തെ സംബന്ധിച്ചോളം 2019 മാർച്ച് മാസത്തിലാണ് ആദ്യത്തെ മെയിൻ്റനൻസിന് വേണ്ടി ഫലകശില്പം കൊണ്ടുപോയത്. രണ്ടാമത് 2019 ജൂലൈ മാസത്തിലുമാണ്. ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കപ്പെട്ടത്. അത് സംബന്ധിച്ച് സമഗ്രമായ പരിശോധന വിജിലൻസ് നടത്തി അവരുടെ അന്വേഷണം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ആദ്യം വെളിപ്പെടുത്തലുമായി സെപ്റ്റംബർ 17 വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കാണാനില്ലെന്ന് പറഞ്ഞ പീഠം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സെപ്റ്റംബർ 28 വിജിലൻസ് കണ്ടെടുക്കുകയുണ്ടായി. അതിനു മുമ്പ് അത് സൂക്ഷിച്ചിരുന്നത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ എളമ്പള്ളി പ്രദേശത്തുള്ള വാസുദേവന്റെ കയ്യിലായിരുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തി. വാർത്ത വന്നതിനെ തുടർന്നാണ് ഈ വാസുദേവൻ തിരിച്ച് പോറ്റിയുടെ കൊണ്ടേക്ക് ഏൽപ്പിക്കുകയും പോറ്റിയത് വെഞ്ഞാറമ്മൂട്ടിലുള്ള സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് വിജിലൻസ് കണ്ടെടുത്തത്. കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നാണ് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ ആരൊക്കെയാണ്, ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ദേവസ്വം ബോർഡിന് അത് സംബന്ധിച്ച കോപ്പി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ വിശദാംശങ്ങൾ അവരുടെ പേര് സഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സർക്കാരിന് ഏറ്റവും സന്തോഷകരമായ ദിനമാണ്. സർക്കാരിനാണ് ഈ കാര്യത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം ഒരു കൊള്ള അവിടെ നടന്നത് വെളിയിൽ കൊണ്ടുവരിക എന്നത് സർക്കാരിന്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്. അതോടൊപ്പം ദേവസ്വം ബോർഡിന് ഇവിടെ അന്വേഷണത്തിന്റെ എവിടെയെങ്കിലും ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള
ഈ കൊള്ളയെ സംബന്ധിച്ചോളം അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരു തരി പൊന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരാനും നിശ്ചയദാർഢ്യമുള്ള ഗവൺമെന്റും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയും ഒരേപോലെ രംഗത്ത് വന്നിരിക്കും. ഇത് ഈ ബോർഡിന്റെ കാര്യം മാത്രമാണോ എന്ന് പറയുന്നത്? ഇതിന് മുമ്പുള്ള 2019 ബോർഡിനും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ തന്നെയാണോ? അല്ല, ഇപ്പൊ ഇതുവരെ ഒരു ബോർഡിനെ കുറിച്ചുള്ള പരാമർശവും വിജിലൻസ് റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ പരിശോധിക്കുക. 2019 ബോർഡിനെ കുറിച്ചോ ഇപ്പോഴത്തെ ബോർഡിന്റെ കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ അവർ ചെയ്തത് സുതാര്യമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി വിലയിരുത്തിയിട്ടുണ്ട് 2025. അതിനെക്കുറിച്ച് തർക്കമില്ല. 2019 വിഷയത്തിലാണ് കൊണ്ടുപോയത് സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നതും പരിശോധിക്കണമെന്ന് പറഞ്ഞതും. അതിനും ബോർഡിനെ കുറിച്ചൊരു പരാമർശം ഇതുവരെ നടത്തിയതായി കാണുന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ചയായിട്ടാണ് വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കൃത്യമായി ഈ കാര്യത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. യഥാർത്ഥത്തിൽ ഈ ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള സുതാര്യമായ ഒരു അന്വേഷണത്തിന് വേണ്ടി നീതിപൂർവമായ തീരുമാനമെടുത്തൊരു ഉത്തരവിട്ടതിനെ അന്വേഷണം SITയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ അതിനെതിരെ സമരം ചെയ്ത് പ്രതിപക്ഷ യഥാർത്ഥത്തിൽ മാപ്പ് പറയാണ്. ഒരു കോടതിയെ തന്നെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരുന്നു. അത് വരാൻ പാടില്ലല്ലോ. കേരളത്തിലെ ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം പ്രഖ്യാപിച്ച് SITയെ നിശ്ചയിച്ചതിന് ശേഷം ആ അന്വേഷണം വരുന്നവരെ കാത്തിരിക്കണ്ടേ? അത് കാത്തിരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കോടതിയെ വിശ്വാസമില്ലെന്നല്ലേ. ഇപ്പൊ കോടതി കൃത്യമായി കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുന്നു. അപ്പോ പൊതുവിൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വെളിയിൽ ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ട രൂപത്തിലും ഒപ്പം നിയമത്തിന്റെ ദൃഷ്ടിയിൽ പ്രതികളെ കൊണ്ടുവരാൻ തക്ക രൂപത്തിലും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് സ്വാഗതം ചെയ്യില്ലേ നമ്മൾ. നിശ്ചയമായും ബഹുമാനപ്പെട്ട കോടതിയുടെ ആ നിലപാടുകൾ, സർക്കാരിന്റെ നിലപാടുകൾ ഒരേപോലെയാണെന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ വെളിയിൽ വരണം. 2019 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ സംഭവങ്ങൾ ആരൊക്കെ ഉത്തരവാദിയാണ്, ഇനി അതല്ല അതിനു മുമ്പ് 97 സമർപ്പിച്ചവിടെ മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി അന്വേഷിച്ച് SIT വെളിയിൽ കൊണ്ടുവരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ. ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളിൽ CPMന്റെ മുതിർന്ന നേതാക്കളുടെ പങ്കുവരെ പുറത്തു വരികയാണ്. പത്മകുമാറിന്റെ മകനാണ് രുദ്രാക്ഷമാലയും യോഗദണ്ഡും അറ്റകുറ്റപ്പണിക്ക് ചട്ടവിരുദ്ധമായി അവിടുന്ന് കൈപ്പറ്റിയതും അത് പണി തീർത്ത്. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് വന്നില്ല. വരുമ്പോൾ എന്താണെന്ന് പരിശോധിക്കുക. അത് ആരുടെ ഇതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, X or Y. അതിലാര് കുറ്റക്കാരായിരുന്നാലും 2019 കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള കുറ്റവാളികളായാലും ഒരാളും രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് ഗവൺമെന്റ് നിലപാട്. ഇത്ര വലിയ ക്രമക്കേട് കണ്ടെത്തി, ഇതെല്ലാം ദേവസ്വം മാസ്റ്ററിൽ രേഖപ്പെടുത്തിയതാണ് വിജിലൻസ് കണ്ടെത്തുന്നു. ഇതിലൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു FIR ഇട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസും തുടർ നടപടികളിലേക്കും പോകാൻ എന്തുകൊണ്ടാണ് സർക്കാർ ഇതുവരെ മടിച്ചത്? നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയില്ലായ്മ ആ ചോദ്യത്തിൽ. ഏഷ്യാനെറ്റിലെ ഒരു വെളിപ്പെടുത്തൽ നിങ്ങളോട് തന്നെ നേരിട്ട് പറയാം. വെളിപ്പെടുത്തലാണല്ലോ ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആദ്യം. ആ വെളിപ്പെടുത്ത് വരുന്നതാട്ടെ 3 ദിവസം അയ്യപ്പ സംഗമം നടക്കാൻ സമയം ബാക്കി നിൽക്കുകയാണ് വെളിപ്പെടുത്തൽ വരുന്നത്. അതെങ്ങനെയാ വെളിപ്പെടുത്തൽ വന്നെന്നുള്ളത് കൃത്യമായി നമ്മൾ പരിശോധിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനുശേഷം പിന്നീടത് അന്വേഷിച്ച് വരുമ്പോൾ ആ വെളിപ്പെടുത്തിയ ആളിന്റെ സഹോദരിയുടെ വീട്ടിൽ തന്നെ സാധനം കണ്ടെടുക്കുന്നു. അപ്പോ കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ ബോധ്യപ്പെടുകയാണ്. അപ്പൊ ഈ അന്വേഷണത്തിന് സർക്കാരല്ല ഉത്തരവിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചുമതലയിലും നിർദ്ദേശത്തിലുമാണ് 2023 മുതൽ ശബരിമലയിലെ സ്വർണം മറ്റുരുപ്പടികൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതിയോടുകൂടി പോകേണ്ടത്. അതിൽ ആദ്യം കയറി കോടതി ഒരു തീരുമാനമെടുത്ത് പ്രൊമോട്ടർ കേസെടുത്ത് കാര്യങ്ങളുമായി നീങ്ങുമ്പോൾ അതിന് സമാന്തരമായി ഗവൺമെന്റ് മറ്റൊരു അന്വേഷണമായി പോകുമ്പോൾ കോടതിയെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരും. ഞങ്ങൾക്ക് കോടതിയെ പൂർണ്ണമായി വിശ്വാസമാണ്. കോടതിയുടെ ഭാഗത്ത് ഒരു പിഴവും വരില്ല, ഒരു പിഴവുമില്ല. ഈ കാര്യത്തിൽ പൂർണ്ണമായി എടുത്ത നിലപാടുകളെല്ലാം ശരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതി എടുത്ത ആ നിലപാട് എന്താണോ കോടതി പറയുന്നത് അതിനെ ആസ്പദമാക്കി തുടർ നടപടികളിലേക്ക് പോകാനാണ് ഞങ്ങൾ ദേവസ്വം ബോർഡ് നിർദ്ദേശം കൊടുത്തു. സ്റ്റാൻഡിംഗ് കൌൺസിൽ മുഖാന്തരം കോടതിയുടെ മുമ്പാകെ ഞങ്ങൾ വെച്ച നിർദ്ദേശമാണ്. ഗവൺമെന്റ് അഭിപ്രായം ഇതൊരു SIT എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം, അതല്ലെങ്കിൽ പ്രത്യേക ക്രൈംബ്രാഞ്ചിന്റെ ഉന്നത ടീം അന്വേഷിക്കണം, അതല്ലെങ്കിൽ കേരള പോലീസിലെ വിജിലൻസിലെ ഉന്നത, ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടീമിനെ വെക്കണമെന്ന ആശയം സംസ്ഥാന ഗവൺമെന്റാണ് ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ മുഖാന്തരം ദേവസ്വം ബോർഡിനെ കൊണ്ട് കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചത്. കോടതി അത് അംഗീകരിച്ചു. അപ്പൊ അതിനു മുമ്പ് കേസെടുക്കുക എന്നുള്ളത് കോടതിയെ വെല്ലുവിളിക്കലാണ്. കോടതിയെ വെല്ലുവിളിക്കുന്ന സമീപനം ഗവൺമെന്റ് എടുക്കാറില്ല. കുറ്റകൃത്യം എവിഡന്റ് ആയിരുന്നു, അതൊരു കോടതി കണ്ടെത്തൽ ഉണ്ടാകുമ്പോഴാണ് അതിലേക്ക് ശ്രദ്ധ വരുന്നത്. ആദ്യം എവിടെ എന്ത് വെളിപ്പെടുത്തി എങ്ങനെ വെളിപ്പെടുത്തി എന്നതിനപ്പുറത്തേക്ക് ചെയ്ത് ക്രൈം അവിടെയുണ്ട്. അതിനെക്കുറിച്ച് എല്ലാവർക്കും ധാരണയുണ്ടായിരുന്നു. എല്ലാ രേഖകളിലും ഇത് വ്യക്തമാണ്. എന്നിട്ട് എന്തുകൊണ്ട് നടപടി എടുത്തു? എന്തെങ്കിലും രേഖ വ്യക്തമാണെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ കിട്ടുമെന്ന് ഞങ്ങളുടെ മുമ്പിൽ എങ്ങനെ രേഖ കിട്ടിയില്ല.
നിങ്ങൾക്ക് ഏതെങ്കിലും രേഖ മുമ്പ് ഇങ്ങനെ ഗൂഢാലോചനയൊക്കെ നടത്താൻ കിട്ടിയപ്പോൾ പോയിട്ട് നിങ്ങളുടെ കയ്യിൽ പലതും തന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ഞങ്ങൾ പറയുന്നത് ഈ കാര്യത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഗവൺമെന്റിന്റെ മുമ്പിൽ ഇങ്ങനൊരു കറയും കയറുന്നത് നേരത്തെ കിട്ടിയില്ല. കിട്ടിയ ഒരു സന്ദർഭത്തിൽ തന്നെ സമയബന്ധിതമായി അത് അന്വേഷിക്കാൻ വേണ്ടി SIT-യോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെയോ കോടതി എടുത്ത നിലപാടിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് അതിനെ എല്ലാ തരത്തിലും സ്വാഗതം ചെയ്തുകൊണ്ട് അന്വേഷണത്തിന് പോകണമെന്ന തന്നെ നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. ഇപ്പോഴും അത് തന്നെ. കഴിഞ്ഞ 5-6 ദിവസങ്ങളിലായാലും ഇപ്പോഴായാലും സർക്കാർ ഭയങ്കര നിഷ്കളങ്കമായിട്ടാണ് സർക്കാരിന്റെ പ്രതികരണം. അങ്ങനെയല്ല സർക്കാരിന്റെ മൊത്തത്തിൽ. കാരണം എല്ലാ ഉദ്യോഗസ്ഥർ വീഴ്ചയാണെന്നതിന് മുൻധാരണയിലാണ് നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലക്ഷ്യത്തിനോ ഒരു ബന്ധമില്ലെന്ന് ഇപ്പോഴെ ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇല്ല, ഒന്നും പറഞ്ഞില്ലോ. ഏതെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ചോദ്യം ചോദിച്ചേ? ഞാൻ ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഇപ്പൊ വന്നിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദേവസ്വം ബോർഡിനെ കുറിച്ചും പരാമർശമോ മറ്റു പൊളിറ്റിക്കൽ ലക്ഷ്യമോ വന്നിട്ടില്ല. ഇനി അന്വേഷണത്തിൽ SIT അന്വേഷിക്കുമ്പോൾ ആരെക്കുറിച്ചെങ്കിലും വന്നാൽ അവർ നിയമത്തിന്റെ ദൃഷ്ടിയിൽ പോകേണ്ടി വരുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വരണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആരെങ്കിലും ഉണ്ടെങ്കിലും വന്നോട്ടെ. അത് പോലീസിനെ വെല്ലുവിളിക്കലല്ലേ, കോടതിയെ വെല്ലുവിളിക്കല്ലേ. ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കോടതിയിൽ ഈ അന്വേഷണ റിപ്പോർട്ട്, ഇന്റർവ്യൂ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് സീൽ വെച്ച കവറിൽ കൊടുക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്. എന്നുവെച്ചാൽ വാർത്ത വെളിയിൽ പോകാൻ പാടില്ല എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് വെളിയിൽ ഈ വാർത്ത പല രൂപത്തിൽ കൊടുത്തിട്ട് പല രൂപത്തിൽ വ്യാഖ്യാനിക്കും, വിചാരണയും വരേണ്ടതില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട കോടതി ഇന്ന് പ്രത്യേകമായി നിർദ്ദേശിച്ചിരിക്കുന്നു. സീൽ വെച്ച കവറിൽ ഇന്റർവ്യൂ റിപ്പോർട്ട് കോടതിയിൽ നേരിട്ട് സമർപ്പിക്കണം, വേറെ എവിടെയും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോടതിയെ ഞങ്ങൾക്ക് ഗവൺമെന്റ് പൂർണ്ണമായി വിശ്വാസമാണ്, ഒരേ നിലപാടാണ് കോടതി. ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ കോടതിയെ സംബന്ധിച്ച് വേറെ ഏത് അന്വേഷണത്തിൽ ആരുടെ പേരുണ്ടെങ്കിലും വരട്ടെ, പൂർണ്ണമായി ആ കാര്യത്തിൽ ആരുടെ ഉണ്ടെങ്കിലും നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണം. ഒരാളും രക്ഷപ്പെടാൻ പാടില്ലെന്നാണ് ഗവൺമെന്റ് നിലപാട്. ഇല്ല, നിങ്ങൾ പറയുന്ന ദേവസ്വം ബോർഡിന് കുറ്റക്കാരായി വന്നു കഴിഞ്ഞിട്ടില്ല നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന കാര്യം. ഇപ്പോഴേ കയറി മുൻവിധിയോടുകൂടി പ്രതിയാണെന്ന് പറയണ്ട. ഇല്ല, അത് വരട്ടെ, അത് തന്നെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ഇപ്പൊ അന്വേഷണം ആരംഭിച്ചില്ലേ ഉള്ളൂ. നിങ്ങൾ SIT FIR രജിസ്റ്റർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് ഇതിലേതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബോർഡിനോ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ അത് വരട്ടെ. വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ അപ്പോൾ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി എടുക്കുന്ന നിലപാടിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ അഭിപ്രായം കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞു. സർക്കാർ എല്ലായ്പ്പോഴും പറഞ്ഞത് ഇതിനകത്ത് ദേവസ്വം ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങൾ സർക്കാർ ഇടപെടുന്നില്ല, ശബരിമല ഇടപെടുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സർക്കാരിനാകട്ടെ ദേവസ്വം ബോർഡിനാകട്ടെ ദേവസ്വം വകുപ്പിനാകട്ടെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റും. 2019 സംഭവിച്ചത് അന്വേഷണം പറയട്ടെ. പക്ഷെ 2019 ആരും അറിയാതെ അവിടുന്ന് ആ കാട് കൊണ്ടുപോയി വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല, 2019 കൊണ്ടുപോയ വിഷയത്തെക്കുറിച്ചല്ലേ ഇപ്പൊ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ റിപ്പോർട്ടിൽ ഇപ്പോ വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് നടത്തി കേട്ട പരാമർശം ദേവസ്വം ബോർഡ് തീരുമാനം എടുത്തിട്ടുണ്ട് അതിന്റെ പ്രോപ്പറായി തന്നെ കൊണ്ടുപോകണമെന്ന്. അത് നടപ്പാക്കുന്ന രംഗത്താണ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെയല്ല, ആ നടപ്പാക്കിയ രംഗത്ത് പിന്നെ ബോർഡ് പ്രോപ്പറായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നതിൽ ബോർഡിന് ഈ കാര്യത്തിൽ ഇപ്പോ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ വന്ന റിപ്പോർട്ടിനകത്ത് പരാമർശം ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം മുൻവിധിയോടുകൂടി ഒരു കുറ്റക്കാരാണെന്ന് കാണേണ്ട കാര്യമുണ്ടോ? അല്ല, അത് എന്താന്ന് പറയട്ടെ, അത് അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. നിശ്ചയമായും സംശയമൊന്നുമില്ല. ഈ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ ഒരു വാചകം പൂർണ്ണമായി ശരിയാണ്. ഇത് യഥാർത്ഥത്തിൽ സ്വർണ്ണം അടിച്ചു മാറ്റുന്ന കൊള്ളയാണ്, മോഷണമാണ്. അതിനൊരിക്കലും നമുക്ക് ന്യായീകരണമില്ല. അതിൽ വീഴ്ചയെന്ന് മാത്രമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ക്രൈം നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇല്ല, ഈ ക്രൈം നടന്നിരിക്കുന്ന നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ വന്നപ്പോ ഇല്ല, നമുക്ക് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് വെളിവരട്ടെ. അങ്ങനെയല്ല ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അതുകൊണ്ടല്ലേ SIT വെക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, കോടതിക്ക് വിശ്വാസമുള്ള ഒരു ടീമിനെ കോടതി വെച്ചിരിക്കുന്നു. ആ കോടതിയെ ഇപ്പൊ വെല്ലുവിളിക്കേണ്ടതുണ്ടോ? ആ വിശ്വാസത്തെ നമ്മൾ ഹരിക്കണം. ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള ഒരു മന്ത്രി പറയുകയാണ് ശബരിമലയിൽ വലിയ സ്വർണ്ണ കൊള്ള നടന്നിട്ടുണ്ട്. ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല, ദേവസ്വം ബോർഡിലെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രം ഇടപെട്ടാണ് ഇതെന്നൊക്കെ പറഞ്ഞാല് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇല്ല. നിങ്ങൾ വീണ്ടും വസ്തുതയ്ക്ക് വിരുദ്ധമായി വർത്താനം പറയുന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത് സ്വർണം നഷ്ടപ്പെടേണ്ട സ്വർണം അടിച്ചു മാറ്റിയെന്ന് തന്നെയല്ലേ പറഞ്ഞത്. അത് ഞാൻ കൊള്ളയെന്ന് പറഞ്ഞത്. അത് ചെയ്യാൻ പാടില്ല. ആരാണ് കൊണ്ടുപോയതെങ്കിലും അവരെ കണ്ടുപിടിക്കണമെന്നല്ലേ നമ്മുടെ കാര്യം. നിശ്ചയമായി ഏതെങ്കിലും ദേവസ്വം അല്ല ഇത് കണ്ടെത്തിയത്. നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ. കോടതി നമ്മുടെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ് ആദ്യം ഇത് കണ്ടെത്തിയത്, ഈ സാധനം പിടിച്ചെടുത്തത്.
ബന്ധപ്പെട്ട ബോർഡ് ഇത് കോടതിയെ അറിയിക്കാതെ വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കോടതി ഇടപെടുകയും സ്വമേധയാ കേസെടുക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ 2019 അങ്ങനെയല്ല. ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ ബോർഡ് ചെയ്ത പ്രവർത്തനത്തെ സംബന്ധിച്ചും തിരുവാഭരണ കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച് ഒരു പരാതി റൈസ് ചെയ്യുന്നത്. ആ പരാതിയെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ കോടതി മുമ്പാകെ ഇപ്പോൾ കൊണ്ടുപോയത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഇപ്പോഴത്തെ ബോർഡ് വിശദീകരിച്ചു. അത് കൃത്യമായി ക്യാമറയിൽ പകർത്തി തിരുവാഭരണ കമ്മീഷണറെ, അവിടുത്തെ ഇത് കൊണ്ടുപോകേണ്ട കമ്മീഷണർ, അതുപോലെ സെക്യൂരിറ്റി ഓഫീസർ, അവിടുത്തെ സെക്രട്ടറി, വിജിലൻസ് ഓഫീസർ, അതുപോലെ ബന്ധപ്പെട്ട ശാന്തി, ഇവരുടെ എല്ലാ സാന്നിധ്യത്തിൽ അളന്ന് തിട്ടപ്പെടുത്തി തൂക്കി അവരുടെ പോലീസ് അകമ്പടിയോടെ യൂണിഫോംധാരികളായ സെക്യൂരിറ്റി അകമ്പടിയോടെ അവരുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി. അതിനകത്ത് ഈ സ്പോൺസറോ മറ്റാരെയും കയറ്റിയില്ല. അയാൾ വാറണ്ടിക്കാരനായതുകൊണ്ട് അയാൾ ചെന്നൈയിൽ വരാൻ മാത്രമാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് പ്രോപ്പറായി അത് ചെയ്യേണ്ടത്. ഇത് മുഴുവൻ ക്യാമറയിൽ പകർത്തിയിരുന്നുകൊണ്ട് തന്നെ കോടതി അത് വരുത്തി പരിശോധിച്ചപ്പോൾ ഇപ്പൊ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് അംഗീകരിച്ചു. അതേസമയത്ത് 2019 ഈ കാര്യത്തെ സംബന്ധിച്ചോളം അന്ന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാര് ഈ കാര്യത്തിൽ അങ്ങനെയല്ല കൊണ്ടുപോയെന്നല്ലേ ഇപ്പൊ വെളിയിൽ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ബോർഡ് തീരുമാനിച്ചെങ്കിലും അങ്ങനെ ചെയ്യാതെ പോയ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണെന്നോ അത് കണ്ടെത്തും. ഒപ്പം അതിനപ്പുറത്ത് ആർക്കെങ്കിലും അതിനകത്ത് ബന്ധമോ ഉത്തരവാദിത്വമോ ഉണ്ടെങ്കിൽ അവരും നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണം. ആരെയും വെറുതെ വിടാൻ പാടില്ല. അതായത് 2019 അടക്കം ദേവസ്വം വിജിലൻസ് ഉണ്ട്. ഈ ചട്ടവിരുദ്ധമായിട്ട് ഇത് പുറത്തു കൊണ്ടുപോവുകയും ഒരാളുടെ കൈവശം കൊടുത്തുവിടുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം ദേവസ്വം വിജിലൻസ് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? അതെന്തുകൊണ്ട് സർക്കാരിലേക്ക് അല്ല, അതിൽ അന്ന് അവർ റിപ്പോർട്ട് ചെയ്യാതിരുന്ന ആ ഉദ്യോഗസ്ഥന്മാർക്കും വീഴ്ചയുണ്ട്. അതുകൊണ്ട് വെബ്സൈറ്റ് ഇപ്പൊ പരിശോധിക്കുമല്ലോ. അതുകൊണ്ടല്ലേ സമഗ്രമായ അന്വേഷണം ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വേണമെന്ന് പറയുന്നു, കോടതിയെ വിശ്വസിക്കുന്നു സർക്കാർ. അതേസമയത്ത് തന്നെ പ്രതിപക്ഷവും ബിജെപിയും പറയുന്നത് ഇത് കേന്ദ്ര അന്വേഷണ സംഘം അന്വേഷണമെന്നാണ്. അത് കോടതിയിൽ വിശ്വാസമില്ലെന്നാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിശ്വാസത്തിലെടുക്കുന്നു. കോടതി ഈ കാര്യത്തിലെടുത്ത നിലപാടുകൾ സുതാര്യമായിട്ടാണ്. അതുകൊണ്ടാണ് സർക്കാരിനും കോടതിക്കും ഇതിൽ ഒരേ നിലപാടാണെന്ന് പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ ഈ കോൺഗ്രസ് തന്നെ BJPയും മറ്റു രൂപത്തിൽ CBI കുറിച്ച് പറഞ്ഞല്ലോ, കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണെന്ന് പറഞ്ഞ ഞാനല്ല, സുപ്രീം കോടതിയാണ്. അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡ് കേസ് വന്നപ്പോൾ കോൺഗ്രസല്ലേ CBI ഏറ്റവും കൂടുതൽ പരിഹസിച്ചത്. അപ്പോൾ ഒരു ചില കാര്യങ്ങൾ അങ്ങനെ പരിഹസിക്കുകയും ചില കാര്യങ്ങൾ ഇത് വിശ്വസിക്കുകയും ചെയ്തു. ഇല്ല, നമ്മളിപ്പോ സംശയം പറയുന്നതൊന്നും നമ്മളൊരു റിപ്പോർട്ടായിട്ട് ആധികാരികമായി പറയുന്നില്ല. ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമെന്ന് മാത്രമാണ് ചോദിച്ചത്. ഈ പരസ്പരം ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അല്ലാതെ അങ്ങനൊരു ഈ രൂപത്തിൽ നിന്ന് ഇന്നയാൾ ഇന്നത് ചെയ്തു എന്നുള്ള രൂപത്തിൽ പറഞ്ഞില്ല. അതുകൊണ്ട് അങ്ങനെ സുരേഷ് ഗോപി പറഞ്ഞത് ഈ കേന്ദ്ര ഏജൻസികൾ ഈ താരങ്ങളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ആ റെയ്ഡ് ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണം അത് മറക്കാനാണ്, സർക്കാരിനെ സഹായിക്കാനാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. എന്താണ് അങ്ങനെ ഒരു സുരേഷ് ഗോപി ഓരോ സമയത്ത് ഓരോന്ന് പറയുന്നത് അതിനെല്ലാം മറുപടി പറയുന്നത് അല്ല. അദ്ദേഹം പലപ്പോഴും പല രൂപത്തിൽ പലത് പറയുന്നത് BJPക്കാർ തന്നെ തള്ളി പറയുന്നു. ഇപ്പൊ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ആലപ്പുഴയിൽ എയിംസ് വേണം. BJPയുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ പറഞ്ഞു അത് BJPയുടെ അഭിപ്രായം അല്ലാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അല്ല, ഇങ്ങനെ വരുന്ന ഓരോ അഭിപ്രായത്തിനെങ്കിലും മാറി മാറി പറയുന്നത് അതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞു. ഇല്ല, അതുകൊണ്ട് ആർക്കാണ് ബന്ധമുള്ളതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പകൽ പോലെ വ്യക്തമാണ്. കോൺഗ്രസിന്റെ എത്ര വോട്ട് സമ്പാദിച്ചാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത്? ഞാൻ വോട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അതേസമയത്ത് കോൺഗ്രസിന് നഷ്ടപ്പെട്ട 86,000 പേരെ വോട്ടാണ്. അപ്പൊ ആരാ കച്ചവടം നടത്തി എന്നുള്ള കാര്യം ഞാൻ പറയണോ? അപ്പൊ അതുകൊണ്ട് ആ ബന്ധം എന്ത് രാഷ്ട്രീയം സംസാരിക്കാനുള്ള കാര്യം അല്ലാത്തതുകൊണ്ട് ഞാനത് വിടുന്നു. ഇപ്പൊ ഇക്കാര്യത്തിൽ എവിടെയുണ്ടെങ്കിലും അത് അന്വേഷിച്ച് കൊണ്ടുപോയി. ഇപ്പൊ എല്ലാ ക്ഷേത്രവും ദേവസ്വം ബോർഡുകളുടെ കീഴിലല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1251 ക്ഷേത്രമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 405 ക്ഷേത്രങ്ങളാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1450ഓളം ക്ഷേത്രങ്ങളാണുള്ളത്. ഗുരുവായൂർ ദേവസ്വം ബോർഡും കൂടൽമാണിക്യ ദേവസ്വം ബോർഡും സിംഗിളാണ്. കൂടൽമാണിക്യത്തിൽ 13 ഉപക്ഷേത്രങ്ങൾ കൂടിയാണ്. ഇതാണ് ബാക്കിയുള്ള എത്രയോ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അതെല്ലാം ഒന്ന് ഊരായ്മ വകയോ അല്ലെ ട്രസ്റ്റ് വകയോ. ഇപ്പം നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്നില്ലേ, അതൊരു ട്രസ്റ്റ് വകയാണ്, അത് ദേവസ്വം ബോർഡിന്റെ അല്ല. അപ്പൊ അതിലെല്ലാം നമുക്ക് പോയി മുഴുവൻ കാര്യങ്ങളും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റിയില്ല. ഓരോ സ്ഥലത്തും വരുമ്പോൾ അന്വേഷിക്കാം. അല്ല, ഇപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ അവർ അറിഞ്ഞിരുന്നു എന്നുള്ളതിന് തെളിവ് വരാതെ നമുക്ക് കയറി അവർ അറിഞ്ഞിരുന്നു എന്ന് പറയാൻ പറ്റൂ. വരട്ടെ, അന്വേഷണം കഴിച്ച് നിങ്ങളേതായാലും ഇത് അന്വേഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുള്ളൂ. റിപ്പോർട്ട് വരട്ടെ, വന്നു കഴിഞ്ഞു. തെലങ്കാനയിലും കർണാടകയിലും ആന്ധ്രയിലൊക്കെ അവിടെ പ്രതിഷേധ സംഗമങ്ങൾ ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്.
ഒരു ദേശീയ തലത്തിലേക്ക് വിഷയം ഉയർത്തി കൊണ്ടുവരികയാണ് കോൺഗ്രസ്. അവര് രാഷ്ട്രീയമായി കണ്ടു ആഗോള അയ്യപ്പ സംഗമം, ഞങ്ങൾ ശബരിമലയുടെ വികസനവുമായി കണ്ടു. ഇതാണ് വ്യത്യാസം. ആഗോള അയ്യപ്പ സംഗമത്തെ നമ്മൾ കണ്ടത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ഭാവിയിൽ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർക്കുക, അവിടുത്തെ ക്രൗഡ് ഒഴിവാക്കാൻ കഴിയുക. ഈ വിഷയത്തെ കേന്ദ്രീകരിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതും അത് വിജയം കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റവരത് രാഷ്ട്രീയമാക്കി മാറ്റി. ഞങ്ങൾ അതിൽ രാഷ്ട്രീയമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന ഏറ്റവും വിജയകരമായ ആഗോള അയ്യപ്പ സംഗമം അന്നെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട്